ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ മീനിങ്, ഒബ്ജക്റ്റീവ്സ്, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓർ മാനേജറിയൽ യൂസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മാനേജേഴ്സിന് എന്തെല്ലാം രീതിയിലാണ് യൂസ്ഫുൾ ആവുന്നത് നോക്കാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ്. നമ്മുടെ ഫിനാൻഷ്യൽ അനാലിസിസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ടൂളാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ഫേംസ് പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, then financial flexibility and risk involved in the business, and it helps in assessing a firm's ability to generate cash and utilize cash. അപ്പം ഒരു ബിസിനസ്സിൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ എത്രത്തോളം ക്യാഷ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ ക്യാഷിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്, അതിൻ്റെ റീസൺസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഇനിയിപ്പം നമ്മൾ 2 ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ് കണ്ടിന്യൂസ് ആയി വരുന്ന 2 ബാലൻസ് ഷീറ്റ് ഡേറ്റ്സിൽ ഉള്ള ക്യാഷ് ബാലൻസ് നോക്കുകയാണെങ്കിൽ അവിടെ കുറഞ്ഞ ഡിക്രീസ് ചെയ്തതാണെങ്കിലും ഇൻക്രീസ് ചെയ്തതാണെങ്കിലും ആ ഒരു ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസിൻ്റെ റീസൺ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് പിന്നീട് ഇനി വരുന്ന ഫ്യൂച്ചറിനകത്ത് നമുക്ക് എത്രത്തോളം എങ്ങനെ ക്യാഷ് യൂസ് ചെയ്യണം, ക്യാഷ് എങ്ങനെ ജനറേറ്റ് ചെയ്യണം, സോഴ്സസ് എങ്ങനെയൊക്കെ ആവാം, അതുപോലെ തന്നെ അത് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്. അതിൽ വരുന്ന ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് ഇവാലുവേഷൻ ഓഫ് ക്യാഷ് പൊസിഷൻ. ഇപ്പോൾ നമ്മൾ പർട്ടിക്കുലർ ഇയറിൽ ഒരു അക്കൗണ്ടിങ് പീരീഡിനകത്ത് നമ്മളുടെ ക്യാഷിൻ്റെ പൊസിഷൻ എത്രത്തോളമാണ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കഴിയും. That means it is very helpful in understanding the cash position of a firm. Since cash is the base for carrying on business operations smoothly, the cash flow statement is very useful in evaluating the current cash position of the business. അപ്പോൾ പർട്ടിക്കുലർ ഇയറിനകത്ത് ഇപ്പം നിലവിലുള്ള ക്യാഷ് പൊസിഷൻ എന്താണെന്ന് നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ, അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഓവറോൾ ഫിനാൻഷ്യൽ പൊസിഷനാണ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാഷ് പൊസിഷനാണ് എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്. നമ്മളിപ്പം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറാണ്, അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലുള്ള ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റ് ഡിസിഷൻസ് എടുക്കണം എന്നുള്ളതിന് എന്ത് ഹെൽപ്ഫുള്ളാണ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്ഫുള്ളാണ്. എ പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഓൾസോ ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്. നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഒരു ക്യാഷ് എന്താ പറയുക ഒരു ബഡ്ജറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ്, നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ക്യാഷിൻ്റെ പൊസിഷൻ എന്താണെന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എടുക്കാനായിട്ട് കഴിയും. ദെൻ നെക്സ്റ്റ് പറയുന്നത് റിവീൽസ് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി. Cash flow statement helps to ascertain liquidity and solvency of a business in better way. അതായത് പർട്ടിക്കുലർ ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു ഷോർട്ട് ടേം സോൾവൻസി പൊസിഷൻ, അതേപോലെ തന്നെ ലിക്വിഡിറ്റി പൊസിഷൻ, എത്രത്തോളം ഷോർട്ട് ടേം സോൾവൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു ഷോർട്ട് പീരീഡിൽ നമ്മളുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് നമ്മളുടെ കയ്യിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് എത്രത്തോളമാണ് ആ ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ സോൾവൻസി പൊസിഷൻ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് പറയുന്നത് ഹെൽപ്സ് ഇൻ ഫോർമുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ പോളിസീസ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ പോളിസീസ് ആയിട്ടുള്ള ഡിവിഡൻഡ് പോളിസി, അതേപോലെ തന്നെ ക്രെഡിറ്റ് പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ നിലവിലുള്ള ക്യാഷ് പൊസിഷൻ ബേസ് ചെയ്തിട്ടാണ് ഒരു ഡിവിഡൻഡ് പോളിസി, ക്രെഡിറ്റ് പോളിസിയൊക്കെ ഫോർമുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കറണ്ട് പൊസിഷൻ ഓഫ് ക്യാഷ് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാകുന്ന സമയത്ത് എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഫോർമുലേറ്റിംഗ് ഫിനാൻഷ്യൽ പോളിസീസ് ലൈക്ക് ഡിവിഡൻഡ് പോളിസി, ക്രെഡിറ്റ് പോളിസി എക്സെട്ര. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് ഹെൽപ്സ് ഇൻ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഡിസിഷൻസ്. നമുക്ക് ഷോർട്ട് ടേം
ഫിനാൻഷ്യൽ ഓപ്പറേഷൻസിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡീലിങ്സിന് വേണ്ടിയിട്ടാണ് നമുക്ക് ക്യാഷിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാനും എന്ത് ഹെൽപ്ഫുള്ളാണ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്ഫുള്ളാണ്. കാരണം എത്രത്തോളം ആണ് നമുക്ക് ക്യാഷ് ഉള്ളതെന്നും അപ്പോൾ അതിനനുസരിച്ച് നമുക്കിപ്പം ഷോർട്ട് ടേം ലോൺ അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനൊക്കെ നമുക്ക് പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ, റീപേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യാനൊക്കെ നമുക്ക് കഴിയുന്നുണ്ടോ, ആ ഒരു ഷോർട്ട് ടേം സോൾവൻസി, നമ്മൾ സോൾവൻ്റ് ആണോ, ഷോർട്ട് ടേം സോൾവൻ്റ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. സോ എന്താണ്, ഇറ്റ് ഈസ് പോസിബിൾ ടു ടേക്ക് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഡിസിഷൻസ് ലൈക്ക് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, പേയ്മെൻറ്റ് ഓഫ് ബോണസ് എക്സെട്ര. ഇത്രയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മാനേജറിയൽ യൂസസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിനങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അത് വരുന്ന ഫസ്റ്റ് ലിമിറ്റേഷനാണ്, സിൻസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡസ് നോട്ട് കൺസിഡർ നോൺ ക്യാഷ് ഐറ്റംസ് ഇറ്റ് കനോട്ട് റിവീൽ ദ ആക്ച്വൽ നെറ്റ് ഇൻകം ഓഫ് ദ ബിസിനസ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, നമ്മൾ നോൺ ക്യാഷ് ഐറ്റംസ് കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ഓൺലി ക്യാഷ് ഐറ്റംസ് ആണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിൻ്റെ ആക്ച്വൽ നെറ്റ് ഇൻകം ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ റിവീൽ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, നമുക്ക് ഓപ്പണിംഗ് ക്യാഷും ക്ലോസിങ് ക്യാഷ് ബാലൻസും തരും. ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എത്രയാണോ ആ ഒരു 2 ഇയേഴ്സിൻ്റെ അല്ലെങ്കിൽ 2 ബാലൻസിൻ്റെ ഡിഫറൻസ്, ആ ഡിഫറൻസ് വരാനുള്ള കാരണങ്ങളാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുക്കുകയുള്ളൂ. നോൺ ക്യാഷ് ഐറ്റംസ് ഒന്നും എന്ത് ചെയ്യില്ല, ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ മെൻഷൻ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് നെറ്റ് ഇൻകം എന്താണെന്ന് റിവീൽ ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കനോട്ട് റീപ്ലേസ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെയോ അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒന്നാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഈച്ച് ഓഫ് ദം ഹാസ് എ സെപ്പറേറ്റ് ഫങ്ഷൻ ടു പെർഫോം വിച്ച് കനോട്ട് ബി ഡൺ ബൈ ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫങ്ഷനിങ് ആണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റും പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി എഫക്റ്റ് നമുക്ക് എന്തിൽ കൊണ്ടുവരാൻ പറ്റില്ല, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഹെൽപ്ഫുൾ ഇൻ മെഷറിങ് ദ എക്കണോമിക് എഫിഷ്യൻസി ഇൻ സർട്ടൺ കേസസ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ എക്കണോമിക് എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനിലൂടെ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വെച്ചിട്ട് ഒരു എക്കണോമിക് എഫിഷ്യൻസി എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാനായിട്ട് കഴിയില്ല. ദെൻ നെക്സ്റ്റ് ലിമിറ്റേഷൻ പറയുന്നത് ഡസ് നോട്ട് പ്രസൻറ്റ് ട്രൂ പിക്ചർ ഓഫ് ലിക്വിഡിറ്റി. ക്യാഷ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അസറ്റാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഒരു ബിസിനസ്സിൻ്റെ കറക്റ്റ് ലിക്വിഡിറ്റി പിക്ചർ പ്രസൻറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാഷിനെ മാത്രമല്ല, ക്യാഷിലേക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സിനൊക്കെ നമ്മൾ ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയും. പക്ഷെ നമ്മളിവിടെ എന്തേ എടുക്കുന്നുള്ളൂ, ക്യാഷേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് കറക്റ്റ് ലിക്വിഡിറ്റി പൊസിഷനാണോ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ മെൻഷൻ ചെയ്യുന്നത്, നമുക്ക് കറക്റ്റാണ് എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡസ് നോട്ട് പ്രസൻറ്റ് ട്രൂ പിക്ചർ ഓഫ് ലിക്വിഡിറ്റി ഓഫ് എ ഫേം. ദിസ് ഈസ് ബിക്കോസ് ദ ലിക്വിഡിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ക്യാഷ് അലോൺ. ക്യാഷ് മാത്രമല്ല നമ്മുടെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഈസിലി. അപ്പോൾ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസിനെ നമ്മൾ ലിക്വിഡിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല. ഓൺലി ക്യാഷ് ഐറ്റംസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഡെഫിനിഷൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. അതാണെന്ത്, ക്യാഷ് ഈക്വലൻസ് ആൻഡ് ക്യാഷ് ഫ്ലോസ്. നോക്കാം. ക്യാഷ് മീൻസ് ക്യാഷ് കംപ്രൈസസ് ഓഫ് ക്യാഷ് ഓൺ ഹാൻഡ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്യാഷ് ഓൺ ഹാൻഡ്, നമ്മൾ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ്, അതേപോലെ തന്നെ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയില്ലേ. ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ
നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് അറ്റ് ബാങ്കും ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ 2 ഐറ്റമായിട്ട് ബാലൻസ് ഷീറ്റിൽ കൊടുക്കാറില്ല. അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്, ഈ 2 ഐറ്റത്തിനെയാണ് നമ്മൾ ക്യാഷായിട്ട് കാണുന്നത്. അതായത് ഇപ്പം നമുക്ക് 2018 ആൻഡ് 2019 ക്യാഷ് ഇൻ ഹാൻഡ് ഒരു 20,000ഉം അതേപോലെ തന്നെ 2019 ഒരു 5,000, ദെൻ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് തന്നിട്ട് ഒരു 1,000ഉം അതേപോലെ തന്നെ 2,000ഉം പറയുകയാണെങ്കിൽ സിമ്പിൾ വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഓപ്പണിംഗ് ബാലൻസ് ആക്കി എടുക്കുക, ഈ 2 ഐറ്റത്തിനെയും കൺസിഡർ ചെയ്യും. 20,000 പ്ലസ് 1,000 ആണ് ഓപ്പണിംഗ് ബാലൻസ് ആക്കി എടുക്കുക. ക്ലോസിംഗ് ബാലൻസ് 5,000 പ്ലസ് 2,000. അതായത് ക്യാഷ് എന്ന് പറയുന്ന സമയത്ത് ക്യാഷ് ഓൺ ഹാൻഡും ഉണ്ട്, ദെൻ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്ന ഐറ്റം, അതായത് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക്സ്, ഇതിനെയാണ് നമ്മൾ ക്യാഷ് എന്ന് പറയുന്നത്. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷിൻ്റെ ബാലൻസ് ഷീറ്റിൽ നിന്ന് ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും കൺസിഡർ ചെയ്യണം. എന്നുവെച്ചാൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസിൽ വെച്ചിട്ടാണ് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കണം നമ്മൾക്ക് ആൻസർ കിട്ടേണ്ടത്. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. ഓപ്പണിങ്ങിൽ തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ ആ ഒരു ഇയറിൽ വന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ മെൻഷൻ ചെയ്യും 3 ആക്ടിവിറ്റികളായിട്ട്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ബാലൻസ് നോക്കുന്ന സമയത്ത് നമ്മുടെ ആ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആയിരിക്കും നിങ്ങളുടെ ബാലൻസ് ഷീറ്റിലുള്ള ആ എമൗണ്ട് ആയിരിക്കും നമ്മളുടെ ആൻസറായിട്ട് വരിക. അപ്പോൾ അതിൽ നമ്മൾ പറയുന്ന ആ ക്യാഷ് എന്ന് പറയുന്നതിലൊന്ന് ക്യാഷ് ഓൺ ഹാൻഡും അതേപോലെ തന്നെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക്, ദാറ്റ് മീൻസ് ക്യാഷ് അറ്റ് ബാങ്ക് അല്ലെങ്കിൽ എന്താണ് ക്യാഷ് ബാലൻസ് ഇൻ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്ന ഒരു ഐറ്റം ക്യാഷ് ഈക്വലൻസ് ആണ്. ക്യാഷ് ഈക്വലൻസ് ആർ ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി റെഡിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. ക്യാഷ് ഈക്വലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ആക്കിയിട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അതിൽ വരുന്നതാണ് ഇതൊക്കെ കൊമേഴ്ഷ്യൽ പേപ്പർ, ട്രഷറി ബിൽസ്, ഷോർട്ട് ടേം ഗവൺമെൻറ് ബോണ്ട്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഒക്കെ ക്യാഷ് ഈക്വലൻസ് ആണ്. നമുക്കതെന്താണ് പെട്ടെന്ന് റെഡിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ആണ്, ക്യാഷ് ആക്കി പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. ദെൻ ക്യാഷ് ഫ്ലോസ് മീൻസ് മൂവ്മെൻറ്റ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആണ്. ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷിൻ്റെയും ക്യാഷ് ഈക്വലൻസിൻ്റെയും മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ദെയർ മേ ബി ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട് ഫ്ലോസ്. അപ്പോൾ നമ്മളിവിടെ ക്യാഷ് ഇൻഫ്ലോസും ഉണ്ട്, അതുപോലെ തന്നെ ക്യാഷ് ഔട്ട് ഫ്ലോസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് 3 ഡെഫിനിഷൻ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ്. ക്യാഷ് ഫ്ലോസിനെ നമ്മൾ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഇൻഫ്ലോസും ഉണ്ട്, ക്യാഷ് ഔട്ട് ഫ്ലോസും ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ തന്നെ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ ഈ ക്യാഷ് ഫ്ലോസിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, ആക്ടിവിറ്റീസ് ആയിട്ട് മാറ്റുന്നുണ്ട്. അതാണ് ഇനി പറയാനുള്ളത്. ഓക്കെ, ക്യാഷ് ഫ്ലോസ്, ദാറ്റ് മീൻസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.